ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് എന്നത് ഒരു യാത്രയാണ്. ആ ഒരു യാത്രയെ ശക്തമാക്കുന്നത് അവരുടെ റുട്ടീൻസ് ആയിരിക്കും. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സമയം എന്നത് ഒരു നിമിഷവും കളയാൻ പറ്റാത്ത അമാനത്താണ് എന്നത്. നാം നമ്മുടെ ഡേ നന്നായി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടി സാധിക്കും. മേ ബി അതിലൂടെ നമുക്ക് ഈ ലോകത്തെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എ പെർഫെക്റ്റ് ഇസ്ലാമിക് റുട്ടീൻ ഫോർ സ്റ്റുഡൻസ് എന്ന കാര്യത്തെക്കുറിച്ചാണ്. സെഷൻ 1, ഫജർ. ഒരു ദിവസം തന്നെ തുടങ്ങുന്ന പവിത്രമായ വാതിൽ. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് സൂപ്പർ പവർ എന്നത് ഏർലി മോർണിംഗ് ആണ്. ഫജർ നമസ്കാരം കൃത്യമായി ചെയ്യുന്നത് റിസ്ക്, നോളജ്, ബറക്കത്ത്, നൂർ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. അതുപോലെ ഫജർ നമസ്കരിക്കുന്ന കുട്ടികളുടെ മനസ്സ് കൂടുതൽ കാമായിരിക്കും, അവർ ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ അവർക്ക് ആങ്സൈറ്റി കുറവായിരിക്കും. കൂടാതെ ഫജർ നമസ്കാരത്തിലൂടെ മെമ്മറി പവർ അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് മോർണിംഗ് ചെയ്യാൻ പറ്റുന്ന റുട്ടീൻ: 1. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിയത്ത് വെക്കുക, അതായത് നാളെ ഞാൻ ഫജർ സമയത്ത് എഴുന്നേൽക്കുമെന്ന്. 2. ഉണർന്ന ഉടനെ അൽഹംദുലില്ലാ പറയുക. 3. ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ദുആ ചെയ്യുക. 4. ഫജർ നമസ്കാരത്തിന് ശേഷം 10 മിനിറ്റ് ഖുർആൻ പാരായണം ചെയ്യുക, എസ്പെഷ്യലി സൂറ യാസീൻ, സൂറ മുൽക്ക് എന്നിവ. 5. നിങ്ങൾ ആ ഒരു ദിവസത്തേക്കുള്ള പ്ലാനിങ് അത് ഡിസൈഡ് ചെയ്യുക. സെക്ഷൻ നമ്പർ 2, ഖുർആൻ. സ്റ്റുഡൻസിന് ഫോക്കസ് തരുന്ന സ്പിരിച്വൽ മെഡിസിൻ. ഖുർആൻ റെസിറ്റേഷൻ എന്നത് മൈൻഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടനാണ്. ദിവസവും ഖുർആൻ പാരായണം പതിവാക്കുന്ന സ്റ്റുഡൻസിൽ ആങ്സൈറ്റി കുറയുകയും അവരുടെ മൈൻഡ് കൂടുതൽ ഷാർപ്പാവുകയും അവർക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുകയും അതുപോലെ മെമ്മറി സ്ട്രോങ് ആവുകയും അവരുടെ ലേസിനെസ്, അലസത അത് മാഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങൾ ദിവസവും ഒരു പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ തഫ്സീർ ഉപയോഗിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് പാരായണം ചെയ്ത ആ ഒരു ആയത്തുകൾ അത് നിൻ്റെ ഡേ തന്നെ ചേഞ്ച് ചെയ്യും. ഖുർആൻ റീഡിംഗ് എന്നത് എല്ലാ സ്റ്റുഡൻസിൻ്റെയും മെൻ്റൽ ഡിറ്റോക്സ് ആണ്. സെക്ഷൻ നമ്പർ 3, നോളജ് സീക്കിംഗ്. ഇസ്ലാമിൽ അറിവ് നേടുന്നത് ഒരു ഇബാദത്താണ്. ഒരു സ്റ്റുഡൻറ്റ് അവൻ പഠന സമയത്ത് പ്യുവർ ഇൻറ്റൻഷൻ വെക്കുകയാണെങ്കിൽ, അതായത് യാ അല്ലാ, എൻ്റെ അറിവ് കൊണ്ട് ഞാൻ നല്ലവനായിരിക്കുമെന്ന് അവൻ നിയത്ത് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ആ ഒരു പഠനം അത് ഇബാദത്തായിട്ട് മാറും. നിങ്ങൾ പഠന സമയത്ത് ശീലിക്കേണ്ട ചില ടിപ്സുകളുണ്ട്. 1. പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ബിസ്മില്ലാ പറയുക. അതുപോലെ ഡൗട്ട്സ് വന്നാൽ റബ്ബി സിദ്നി ഇൽമൻ എന്ന് ദുആ ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്റ്റഡി ടൈമിൽ 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. സ്റ്റഡി ടൈമിൽ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക, അത് നിങ്ങളുടെ ബറക്കത്ത് കുറയ്ക്കും. സെക്ഷൻ നമ്പർ 4, പ്രൊഡക്ടിവിറ്റി ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. ഓരോ മുസ്ലിമും അവരുടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 നേരത്തെ നമസ്കാരത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റുഡൻസും അവർ ഫസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ ഡിസിപ്ലിൻ കാണിക്കണം. അവർ ഒരു ബാലൻസ്ഡ് റുട്ടീന് ശീലിക്കണം. 50 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 10 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അതുപോലെ പഠന സമയത്ത് ഫോൺ സൈലൻറ്റ് മോഡിൽ വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കുക. ഉറക്കം നേരത്തെയാക്കുക. നിങ്ങൾ ഓർക്കുക, ബറക്കത്ത് എന്നത് നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് എന്നതിലല്ല, മറിച്ച് അള്ളാഹു എങ്ങനെയാണ് ആ ഒരു സമയത്തെ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു എന്നതാണ്. സെക്ഷൻ നമ്പർ 5, നമസ്കാരം. 5 നേരത്തെ നമസ്കാരം അത് നമ്മളെ സ്വയം റീചാർജ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഒരു സ്റ്റുഡൻറ്റ് അവർ പ്രയർ മെയിൻറ്റെയിൻ ചെയ്താൽ അവരുടെ മൈൻഡ് കാമാകും. അതുപോലെ അവരുടെ ഹൃദയം ശാന്തമാകും, സ്ട്രെസ്സ് കുറയും, ലൈഫിൽ ഡിസിപ്ലിൻ വരും, അവരുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും. സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് നമസ്കാരത്തിന് വേണ്ടി സ്റ്റഡി ബ്രേക്സ് എടുക്കുക. അതിലൂടെ നിങ്ങളുടെ ആ ഒരു ദിവസം അത് എത്രത്തോളം പീസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. സെക്ഷൻ നമ്പർ 6, ഈവനിങ് റുട്ടീൻ. ഈ ഒരു സമയത്ത് സ്കൂൾ, കോളേജ് സ്ട്രെസ്സ് അത് ഒഴിവാക്കാനുള്ള ഒരു പെർഫെക്റ്റ് മെത്തേഡാണ് ഈവനിങ് അദ്കാർ. നിങ്ങൾ സൂറ വാക്യ പതിവാക്കുക. അതുപോലെ ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾ ശാന്തമായിരിക്കുക. ഇത് നിങ്ങളുടെ സമാധാനം വർദ്ധിപ്പിക്കുകയും
നിങ്ങളുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. സെക്ഷൻ നമ്പർ 7, നൈറ്റ് റൊട്ടീൻ. മൈൻഡ് ഹീൽ ചെയ്യുന്ന സമയം. നിങ്ങൾ ഇശാ നമസ്കാരത്തിനു ശേഷം മൊബൈൽ യൂസേജ് കുറയ്ക്കുക. ആ ഒരു സമയത്ത് 10 മിനിറ്റെങ്കിലും ഖുർആൻ പാരായണം പതിവാക്കുക. അതുപോലെ 2 റക്അത്ത് തഹജ്ജുദിനു വേണ്ടി നിങ്ങൾ പ്ലാനിങ് ചെയ്യുക. കൂടാതെ ഇന്ന് ഞാൻ എങ്ങനെയായിരുന്നു എന്നും നാളെ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില പവർഫുൾ സുന്ന റുട്ടീൻസുകളുണ്ട്. ആയത്തുൽ കുർസി പതിവാക്കുക. വലതുവശം ചേർന്ന് കിടക്കുക. അതുപോലെ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തെ ഓർമ്മിച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്യുക. ഫ്രണ്ട്സ്, സ്റ്റുഡൻസ് ആയിരിക്കുന്ന നിങ്ങൾക്ക് ടൈം എന്നത് ഒരു അമാനത്താണ്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ നോളജ് എല്ലാം അള്ളാഹു നൽകിയ ഗിഫ്റ്റ്സ് ആണ്. അവയെ ശരിയായി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും സക്സസ് എന്നത് ഉറപ്പായിരിക്കും. റുട്ടീൻസ് ബിൽഡ് ക്യാരക്ടർ, ക്യാരക്ടർ ബിൽഡ്സ് ഡെസ്റ്റിനി, ആൻഡ് യുവർ ഡെസ്റ്റിനി ബിക്കംസ് ബ്യൂട്ടിഫുൾ വെൻ അല്ലാഹ് ഈസ് പാർട്ട് ഓഫ് യുവർ ഡേ. അതെ, ഓരോ റുട്ടീൻസും നിങ്ങളുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ തന്നെ നിർമ്മിക്കാനാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജേണിയിൽ അവിടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്നാൽ അത് കൂടുതൽ മനോഹരമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.